ഖത്തറിൽ പരമ്പരാഗത പായ്ക്കപ്പൽ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ഖത്തറ ബീച്ചിൽ ഡിസംബർ 7 വരെ നടക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കും. ഖത്തറിൽ ഇൻസ്റ്റാൾമെന്റിൽ വാഹനങ്ങൾ വിൽക്കുന്നതിന് പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. വാഹനങ്ങൾ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വിൽക്കുന്നതിന് ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് നേടണമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഖത്തർ എയർവേസിന്റെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് മിഷ്രിഫ് ഡൗൺ ടൗണിലേക്ക് മാറ്റുന്നു. ജീവനക്കാർക്ക് അത്യാധുനിക സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായാണിത്. അടുത്ത വർഷം ഓഫീസ് പൂർണ്ണമായും ഡൗൺ ടൗണിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഖത്തറിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. വാരാന്ത്യത്തിൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം. UAE-യിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ മുതിർന്ന താമസക്കാർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. വീടുകളിൽ CCTV സ്ഥാപിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങളുമായി അബുദാബി പോലീസ്. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കരുതെന്നും മുന്നറിയിപ്പ്. കുവൈത്തിൽ ഗുരുതര ഗതാഗത നിയമലംഘനങ്ങൾക്ക് ശിക്ഷാ നടപടികൾ കടുപ്പിച്ചു. നിയമലംഘനങ്ങൾ നടത്തുന്നവരെ സാമൂഹ്യ സേവനങ്ങളുടെ ഭാഗമായി 1 വർഷം വരെ ശമ്പളമില്ലാതെ പണിയെടുപ്പിക്കും.